നമസ്കാരം. കാലത്തിൻ്റെ പ്രവാചകരാണ് കവികൾ. വരാനിരിക്കുന്ന കാലത്തെ വാക്കുകളിലൂടെ വരച്ചിട്ടവർ. പോയ കാലത്തിൻ്റെ ശേഷിപ്പുകൾ ഓർമ്മപ്പെടുത്തിയവർ. കവികൾ കാലത്തെ അറിയുന്നു, കാലം കവികളെ. നമ്മൾ കവിതകൾ കേൾക്കും, പക്ഷേ കവിയെ ചെറുക്കും. കവി പറഞ്ഞത് സൗകര്യപൂർവ്വം മറക്കും. കെട്ടകാലത്തിൻ്റെ കെടുതികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നവരുടെ ആകുലതകൾ നമ്മൾ പിന്തുടരേണ്ടതല്ലേ? പുതുവർഷം പുലരുമ്പോൾ പ്രതീക്ഷയുടെ കവിതകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന തലമുറയോട് കവികൾക്ക് പറയാനുള്ളത് എന്തായിരിക്കും? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു. വരുംകാലം കവികൾ പറയുന്നു. അതിഥികളായി എത്തിയിരിക്കുന്നത് ശ്രീ വിഭു പിരപ്പങ്കോട്, മുരുകൻ കാട്ടാക്കട, ഒപ്പം ഗിരീഷ് പുലിയൂർ. കൊല്ലം സ്റ്റുഡിയോയിൽ കുരിപ്പുഴ ശ്രീകുമാറിനെയും ബൃന്ദ പൊന്നൂരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം കവിതയും കവികളെയും സ്നേഹിക്കുന്ന ഒരുപറ്റം പ്രേക്ഷകർ. സാധാരണഗതിയിൽ ഈ ഫ്ലോർ കഴിഞ്ഞ ഒരു വർഷം ചർച്ച ചെയ്തിട്ടുള്ള മറ്റു പല വർത്തമാനകാല സംഭവങ്ങളും കാര്യങ്ങളുമെല്ലാമാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, എങ്കിലും കവികൾ മുൻകൂട്ടി ചിന്തിക്കുന്നവരും ഭാവനയുടെ ലോകത്തുനിന്ന് പറയുകയും എന്നാൽ സത്യം പറയുകയും ചെയ്യുന്നവരാണ്. പഴയ കാലത്തെ കവികൾ പലതും പറയുകയും അത് ഒരു തലമുറ മുഴുവൻ കേൾക്കുകയും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് കവികൾ പറയുന്നത് ലോകം കേൾക്കുന്നുണ്ടോ? കവികൾ പറയുന്നത് ലോകം കേൾക്കുന്നോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ പരിധി വരെ കേൾക്കുന്നു എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. എല്ലാ കാലത്തും ചരിത്രം എടുത്തു നോക്കിയാൽ കവികൾ പറഞ്ഞത്, കവികൾ വലിയ വിപ്ലവകാരികളോ വലിയ അധികാരമുള്ളവരോ ഒന്നുമല്ല. കവികൾ പാവങ്ങളാണ്, ദുർബലരാണ്. പക്ഷെ അവർ പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരുപാട് മാറ്റങ്ങൾക്ക് മാനവരാശിയുടെ ചരിത്രത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ ഞാനും വളരെ പോസിറ്റീവായിട്ടാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരുപാട് ആകുലതകൾ ഉണ്ട്, ഒരുപാട് ആശങ്കകൾ ഉണ്ട്, എങ്കിൽ പോലും നല്ല പ്രതീക്ഷയാണ് പുതിയ തലമുറയിൽ എനിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിരാശയല്ലല്ലോ വേണ്ടത്, ഒരു ശുഭാപ്തിയാണ്. പക്ഷേ കവികൾ എപ്പോഴും അങ്ങനെയാണ്. അങ്ങ് വരെ പാഠം കോൺക്രീറ്റായി പോകുന്നതിനെക്കുറിച്ച് ദുഃഖിച്ച് കവിത എഴുതിയിരുന്നു. ഒറ്റയ്ക്കിനാവ് പോലെയുള്ള കവിതകൾ അങ്ങനെ വന്നു. അപ്പോൾ അത്തരമൊരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ടോ ഭാവി തലമുറയ്ക്ക്? പ്രതീക്ഷ നഷ്ടപ്പെടുകയല്ല, പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് കവികൾ കാണിക്കുന്നത്. കവികൾ ക്രാന്തദർശികളാണെന്ന് പറയുന്നത് പോലെ തന്നെ വരും കാലത്തിൻ്റെ ആകുലതകളെ കൂകി ഉണർത്തു പക്ഷികൾ കൂടിയാണ്. ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ കവി മരിച്ചു, പക്ഷേ ഭൂമി ജീവിക്കുന്നു എന്ന് പറയുന്നത് ആ കവിതയുടെ കാതൽ ഉൾക്കൊള്ളാതെ പറയുന്നത് കൊണ്ടാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ആത്മശാന്തി ഇല്ലാത്ത ഒരു കാലം വരരുത്, നിൻ മൃതി ഒരിക്കലും സംഭവിക്കരുതെന്നാണ് അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ മരിക്കുന്നു. അതേപോലെ തേനാക രാത്രി തേനാക പകൽ തേനാക മന്നിടം, ഇത് ഋഗ്വേദത്തിൽ ഋഷികൾ പാടിയതാണ്. എന്തുകൊണ്ടാണ്? അന്നും ചോരയുടെ ഗന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരിക്കലും ചോര കൊണ്ട് ഭൂമിയും മന്നിടവും രാത്രിയും പകലും നിറയാൻ പാടില്ല എന്നുള്ള ഒരു ജാഗ്രതാ സന്ദേശമാണ് തേനാക രാത്രി തേനാക പകൽ തേനാക മന്നിടം എന്ന് പറയും. എൻ്റെ പ്രിയ കവിയായിട്ടുള്ള മുരുകൻ കാട്ടാക്കട എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമുക്കിപ്പോഴും കണ്ണ് കാണാമല്ലോ, പക്ഷേ നമ്മളൊരു മങ്ങിയ കാഴ്ച കണ്ട് നടക്കുന്ന ഒരു ലോകത്തിലാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അതേപോലെ കുരീപ്പുഴ പറഞ്ഞു, ആത്മഹത്യാ മുനം വെത്തുന്നതിന് മുമ്പ് ഓർക്കുകിത് നമ്മൾ തന്നെ അന്ത്യ സായന്തനം, അന്ത്യദേശാടനം എന്നെല്ലാം പറഞ്ഞു. പുതിയ കവികൾ അതേപോലെ പറയുന്നുണ്ട്. മധുസൂദനൻ നായർ പറയുന്നുണ്ട്, വിഭു പറയുന്നുണ്ട്. ഇത് എല്ലാം കെട്ടുപോയി എന്നുള്ളത് കൊണ്ടല്ല, ഒന്നും കെടാതിരിക്കണം എന്നുള്ള ജാഗ്രതയാണ്. മരണം വെറുമൊരു മരണം, അതിനെ തരണം ചെയ്യുക നമ്മൾ. അതേപോലെ ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ വൈലോപ്പള്ളി പാടി. അതേപോലെ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ ഇടശ്ശേരി പാടി. എന്തുകൊണ്ടാണ്? ഇതെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഊർജ്ജം നമ്മളിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് പ്രതികൂല സാഹചര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. കരുതിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കരയേണ്ടി വരും. എന്നാൽ ഒരു വർഷം കഴിഞ്ഞു പോവുകയാണ്. അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ കാലത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, കവികൾ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചാണോ നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത്? ഒന്ന്. രണ്ടാമത്, നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ പണ്ട് വലിയ വലിയ മൂല്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ, മൂല്യങ്ങൾ മാറി നിന്നു. ഇത് മാറ്റം വരികയും പുരോഗമന സ്വഭാവമുള്ള ഒരു സമൂഹം തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഈ ഫ്ലോർ ചർച്ച ചെയ്ത് പലതും അത്തരം ഒരു തിരിച്ചുവരവുകളായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. ഇതിൽ ആശങ്കയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ ആശങ്കപ്പെടുത്തലെന്ന് പറയുമ്പോൾ എപ്പോഴും നേരത്തെ മാർഷൽ പറഞ്ഞ പോലെ കവികൾ ക്രാന്തദർശികളാണ്. മുരുകൻ സാറും അതുപോലെ തന്നെ പുലിയൂരും ഒക്കെ പറഞ്ഞ വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കവികളെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ഒരു കാലഘട്ടത്തിലും ആരും വച്ചു പുലർത്തിയിരുന്നില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം
നേരത്തെ പറഞ്ഞതുപോലെ കവികൾ പലരും ദുർബലചിത്തരാണ് എന്നുള്ളത് ഒരു പിന്നെ വസ്തുതയാണെങ്കിൽ പോലും ഈ അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്നൊരു പഴയകാല ചൊല്ലുണ്ട്. എല്ലാം കടലെടുത്ത് പോയാലും എല്ലാം കാറ്റെടുത്ത് പോയാലും അവസാനിക്കുന്നതും അവശേഷിക്കുന്നതും കവികളാണെന്ന്. പക്ഷേ ഈ കവി എന്ന അർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു അർത്ഥത്തിലല്ല അന്ന് കവിയെ വീക്ഷിച്ചിരുന്നത്. കവനം ചെയ്യുന്നവരെല്ലാം കവികളാണ്. കഥ പറയുന്നവരും അതുപോലെ തന്നെ പടം വരയ്ക്കുന്നവരെയൊക്കെ കവിയുടെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. അപ്പോൾ കലാകാരൻ എന്നൊരു വലിയ അർത്ഥത്തിലാണ് കവികളെ കണ്ടിരുന്നത്. പക്ഷേ ഒരിക്കൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ കവികൾ പലപ്പോഴും ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1975 അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ കൊടും ഭീകരതയുടെ കാലത്ത് മലയാള നാട്ടിൽ കവികൾക്കൊരു ക്ഷാമമില്ലാത്ത നാടാണ്. കവികൾ ഒട്ടും കുറച്ച് കണ്ടുകൊണ്ട് പറയുന്നതല്ല, കവികൾക്കൊട്ടും ക്ഷാമമില്ലാത്തൊരു നാടാണ് കേരളം. പക്ഷേ കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ജയിൽവാസം അനുഭവിച്ചത് ഒരേ ഒരു കവി മാത്രമാണ്. ആ കവി ഒരുപക്ഷേ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ആർക്കും അറിയാത്ത ആളുമാണ്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചിട്ട് പിന്നും മാസങ്ങളോളം ജയിലിൽ കിടന്നൊരു കവിയുണ്ട്. ആ കവിയുടെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. പൂവുകളെന്തിന് പുലരികളെന്തിന് സർവാഭരണ വിഭൂഷിത മോഹന സന്ധ്യകളെന്തിന് അമ്മേ നിന്റെ മലർചുണ്ടുകളിൽ ഇരുമ്പ് വിലങ്ങു കിലുങ്ങും നേരം എന്ന് പാടിയതിൻ്റെ അടിസ്ഥാനത്തിലും 20 കഴുതകളെ കെട്ടിവലിക്കുന്ന പെരുമന്തു കാലിനെ വാഴ്ത്തി എന്ന് പാടിയതിൻ്റെ അടിസ്ഥാനത്തിലും 1976 ചെന്നിത്തലയിലുള്ള ഒരു നാടൻ പള്ളിക്കൂടത്തിലെ അധ്യാപകൻ കൃഷ്ണൻകുട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടു. 77 ശേഷമാണ് പുറത്തു വന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിൽ ഒരുപാട് ചർച്ചകളൊന്നും വന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ മലയാളത്തിൽ ഒരേ ഒരു കവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ശ്രദ്ധേയന്മാരായ കവികളുടെ കൂട്ടത്തിൽ വയലോപ്പിള്ളി ശ്രീധരമേനോനാണ് പറഞ്ഞത്, വയലാറിൻ്റെ ശബ്ദമാണ് ഞാനിവിടെ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് വയലോപ്പിള്ളി ശ്രീധരമേനോൻ മാത്രമാണ് അന്ന് ആ പ്രക്ഷോഭത്തിൻ്റെ കൂടെ വന്ന മുൻനിര കവികളിൽ പ്രധാനി വയലോപ്പിള്ളിയാണ്. പലപ്പോഴും സാഹചര്യങ്ങളോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാൻ പരിശ്രമിച്ചിട്ടുള്ളവരാണോ കവികൾ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരു വർഷം പിന്നിടുകയാണ്, പുതുവർഷപ്പുലരിലേക്ക് എത്തുന്നു. പക്ഷേ അത് കാലഗണനയെ മാത്രമാകാം, എല്ലാ ദിവസവും പുതുപ്പുലരിയായി കാണുന്നവരുണ്ടാകാം. എങ്കിലും പോയ വർഷത്തെ എങ്ങനെ വിലയിരുത്തുന്നു? വരും വർഷത്തിലേക്ക് ഒരു പ്രതീക്ഷയുടെ കണ്ണുകൾ, ഒരു കവിയുടെ ഹൃദയം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. കവിതയെ സംബന്ധിച്ച് എനിക്ക് ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ കവിത വളരെ സജീവമായിട്ടുള്ള ഒരു കാവ്യ സഞ്ചാരമാണ് നടത്തിയത്. പുതിയ ധാരാളം കവികൾ വന്നു കഴിഞ്ഞ വർഷം. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഫേസ്ബുക്കിൽ ഇന്ന് വായിച്ച കവിത എന്നൊരു പങ്ക്തി പോലെ കോളം പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവസാനിക്കുന്ന ഈ വർഷം 365 ദിവസം 365 കവിതകൾ ഞാൻ വായിക്കുകയും അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന വളരെ സജീവമായിട്ട് എനിക്ക് തോന്നിയത് പുതിയ തലമുറയിൽപ്പെട്ട കവികളാണ്. പ്രത്യേകിച്ചും എഴുത്തുകാരികൾ. ഒരു കാലത്ത് എഴുത്തുകാരികൾക്ക് അല്ലെങ്കിൽ എഴുതുവാൻ താല്പര്യമുള്ള വനിതകൾക്ക് അതിനുള്ള സന്ദർഭം കൊടുക്കാതിരുന്ന ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിന് എഴുത്തച്ഛൻ മാത്രമുള്ളത്, എഴുത്തമ്മ ഇല്ലാത്തത്. തമിഴ്നാട്ടിലാണെങ്കിൽ അവയാർ അവരുടെ എഴുത്തമ്മയാണ്, കർണാടകത്തിലെ അക്കമഹാദേവി അവരുടെ എഴുത്തമ്മയാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരു എഴുത്തമ്മയില്ല. അതേസമയം നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ ദീർഘമായ കവിതകളെന്ന് നമ്മൾ കരുതുന്ന അസാധാരണമായ സൗന്ദര്യ ബോധമുള്ള കവിതകൾ ഈ കടത്തനാട്ടിൽ നിന്ന് കിട്ടിയുള്ള വടക്കം പാട്ടുകൾ, ഉണ്ണിയാർച്ചയുടെയും ആരോഗ്യങ്ങളുടെയും തച്ചോളിയോധൻ്റെയും മറ്റും കഥകൾ പറയുന്ന വടക്കൻ പാട്ടുകളെല്ലാം ഉണ്ടായത് അമ്മ മനസ്സിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പകവീട്ടൽ എന്നുള്ള നിലയ്ക്കായിരിക്കാം വളരെ സജീവമായിട്ട് പെൺകുട്ടികൾ കവിതാ രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ സ്ത്രീകൾക്ക് എഴുതുവാനുള്ള സൗകര്യം ലഭിച്ചപ്പോൾ അവർ സാധാരണയായിട്ട് ചെയ്യുന്നത് ഉള്ളിൽ അമർത്തി വെച്ചിരുന്ന പല സ്വപ്നങ്ങൾ, ലൈംഗികത, ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. പക്ഷേ അതിന് പകരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില പൊളിറ്റിക്കൽ പോയിൻറ്റ്സ്, രാഷ്ട്രീയ കവിതകൾ മലയാളത്തിലുണ്ടായി. വനിതകളുടെ കവിതകളെ സംബന്ധിച്ച് ഈ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ആസ്വാദക വൃന്ദം പുലർത്തുന്ന ആ സമീപനമുണ്ടല്ലോ, അടിച്ചമർത്തപ്പെട്ട രതിയും അടിച്ചമർത്തപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അവർ പറയുന്നത്. അതൊക്കെ പറയുന്നത് നല്ലത് തന്നെയാണ്, അവർക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. പക്ഷേ രാഷ്ട്രീയ ബോധമുള്ള കവിതകൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത വർഷം തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ നല്ല വസന്തം, ഒരുപാട് പുഷ്പങ്ങളുണ്ടാകുന്ന, ഒരുപാട് വൃക്ഷങ്ങൾ പൂക്കുന്ന, ഒരുപാട് നദികൾ തടം തല്ലി ഒഴുകുന്ന പുതിയ കവിത ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കുരിപ്പുഴ പറഞ്ഞ പോലെ മുമ്പ് സ്ത്രീകളധികം വന്നില്ല, അതുകൊണ്ട് എഴുത്തമ്മ നമുക്കുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ അധികം സ്ത്രീകൾ കവിത എഴുതുന്നു, അല്ലെ കൊച്ചു പെൺകുട്ടികൾ കവിതയുടെ ലോകത്തേക്ക് വരുന്നു.
ഭാവന സമ്പുഷ്ടമായ ഒരു ലോകം വരുന്നു. അത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രതീക്ഷ പുതിയ വർഷത്തിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ മുൻപ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവിതയിൽ സ്ത്രീകളുടെ വളരെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ തവണത്തെയും പോലെ പുതിയ വർഷത്തെ സ്വീകരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും ഒക്കെ തന്നെയാണ് വർഷത്തെ സ്വീകരിക്കുന്നത്. പക്ഷേ അതൊരു ക്ഷണികമായി, ചിലപ്പോഴെങ്കിലും അത് ക്ഷണികമായി പോകുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ വളരെ ക്ഷണിക നേരത്തേക്ക് മാത്രമായിട്ടുള്ളതായി മങ്ങിപ്പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങൾ കളവ് പോയിരിക്കുന്നു. അത്തരമൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് മേൽ ഞാൻ പറയുന്ന സ്വപ്നങ്ങൾ വേണം നിങ്ങൾ കാണേണ്ടത് എന്ന തരത്തിലുള്ള റിമോട്ട് നിർദ്ദേശങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രകൃതിയിലേക്കും ചുറ്റുപാടുകളിലേക്കും ഒക്കെ നോക്കുമ്പോൾ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷയറ്റ പല കാര്യങ്ങളും കാണാൻ സാധിക്കുമെങ്കിലും കവികൾ പൊതുവെ ഭാവിയിലേക്ക് വളരെയേറെ പ്രതീക്ഷയുള്ളവരാണ്. അവർ പുതിയൊരു കാലത്തെ വളരെ ശക്തമായി സ്വീകരിക്കാൻ തന്നെ നമ്മുടെ എഴുത്തുകാരെയാണെങ്കിലും സമൂഹത്തെ ആണെങ്കിലും പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കത്തക്ക ശക്തിയേറിയ കവിതകളും അവരുടെ ചിന്തകളും സമൂഹത്തിന് അവർ സമൂഹത്തിന് നൽകുന്നുണ്ട്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണേ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണേ. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണേ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണേ. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ. ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണേ, ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നേ. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ. ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ. മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട്, കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞുപോയുണ്ണേ.